ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റീഡിങ്, നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിൽക്കണോ അല്ലെങ്കിൽ പോണോ, ഓക്കെ, സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തിയിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ. ഓക്കെ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. സോ ഇവിടെ ഞാൻ പയൽസ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് തിങ്ക് ചെയ്യുക, നമ്പേഴ്സ് തിങ്ക് ചെയ്യുക. 1 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ ഇൻറ്റ്യൂട്ടീവ്ലി റിലാക്സ്ഡ് ആയതിനു ശേഷം ഒരു നമ്പർ ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ ഈ ഒരു വ്യക്തിയിൽ? സ്റ്റേ ഓർ മൂവ് ഓൺ. ഓക്കെ, നമുക്ക് നോക്കാം റീഡിങ്. ഓക്കെ, നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല, മൂവ് ഓൺ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്നാലും കൂടുതലും നിങ്ങളുടെ ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പിനെക്കാട്ടിലും കൂടുതൽ ഒരു അഡിക്ഷൻ പോലെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഫിസിക്കൽ ഒരു അട്രാക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ടുള്ളതെന്ന് ആണ് പറയുന്നത് യൂണിവേഴ്സ്. അതുപോലെ തന്നെ ഒരു പൊസസീവ് ആവാനുള്ള, നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു പൊസസീവ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻ്റ് ഇല്ല, ഒരു കമ്മിറ്റ്മെൻറ്റോ ലവോ അങ്ങനെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. കൂടുതലും ഒരു അഡിക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവൻ എൻഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ എൻഡ് ആവുന്നുണ്ട്. റിലേഷൻഷിപ്പ് എൻഡ് ആയതാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. സോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്. നമുക്ക് ഇനി സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് നമുക്ക് നോക്കാം. സോ സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ? സ്റ്റേ ഓർ മൂവ് ഓൺ. ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ? ഓക്കെ, സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് ഇതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ സ്റ്റേ ചെയ്യണോ അതായത് സ്റ്റേ ചെയ്യണോ മോൺ ചെയ്യണോ എന്നുള്ള ആൻസർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക ഈ ഒരു റീഡിങ്ങിൽ, സെക്കൻഡ് പയൽ ചൂസ് ചെയ്ത റീഡിങ്ങിൽ. കാരണം ഞാൻ റീസൺ പറയാം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു പാർട്ട്ണർ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പാർട്ട്ണർ തിങ്ക് ചെയ്യുക, ഒരു പാർട്ട്ണർ നിങ്ങളോട് ലോയൽ ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾക്ക് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അറിയാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഞാൻ പറയുന്നതിൽ നന്നായിട്ട് തന്നെ, കാരണം നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പാർട്ട്ണർ ലോയൽ ആണോ അതോ ഡിസ്ലോയൽ ആണോ നിങ്ങളോട് എന്നുള്ളത്. ഈ ഒരു വ്യക്തി എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഡിസ്ലോയൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ചീറ്റിംഗ് എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവാനുള്ള ചാൻസസ്, നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ് പവർ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിത് കണ്ടില്ലെന്ന് ചിലർ വെക്കും. ചിലർക്ക് എത്ര മനസ്സിലായാലും അവരോടുള്ള ഇഷ്ടം കൊണ്ട് വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോകാനായിട്ടുള്ള ചാൻസസും ഹൈ ആണ്. സോ ഇത് കണ്ടോ, വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപ്രൈറ്റ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും, നിങ്ങൾ ഡീൽ ചെയ്യുന്ന റൈറ്റ് ആയിട്ടുള്ള വ്യക്തിയാണോ റോങ് ആയിട്ടുള്ള വ്യക്തിയാണോ എന്നും നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലാവാനുള്ള ചാൻസസ് ഇല്ലായിരിക്കും. പക്ഷെ ഈ ഒരു വീല് നിങ്ങൾക്ക് അപ്രൈറ്റ് ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് തിരിയുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്നുള്ളത്. സോ നിങ്ങളുടെ ഡിസിഷനാണ് ഇതിനകത്ത്, നിങ്ങളുടെ മാത്രം ഡിസിഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത്. സോ എനിക്ക് കാർഡ്സിൽ വന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇനി തേർഡ് കാർഡ് ചൂസ് ചെയ്തൊരു റീഡിങ് നോക്കിയിട്ട് നമുക്ക് പോകാം. തേർഡ് കാർഡ് ചൂസ് ചെയ്തൊരു റീഡിങ്. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. Think about your person. വ്യക്തി ലോയലാണോ, സ്റ്റേ ചെയ്യണോ മൂവ് ഓൺ ചെയ്യണം?
ഓക്കെ, തേർഡ് കാർഡ് ചൂസ് ചെയ്തിട്ട് റീഡിങ് നമുക്ക് നോക്കാം എന്തൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തി ഭയങ്കര ലോയലായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, റിയലി ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ആ ലൈഫിലോട്ട് വീണ്ടും വരണം എന്ന ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് സെൻറ്റിമെൻറ്റ്സും അതുപോലെ ഫീലിങ്സും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആ ഒരു വ്യക്തി ആ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സജഷൻ ചെയ്ത്, അതായത് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളൊരു ബോണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്ട്രോങ് ബോണ്ടായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷൻ, ഒരു സോൾ കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്. അത് ആര് വിചാരിച്ചാലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആരെക്കൊണ്ട് വിചാരിച്ചാലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു വിൽ ബി ടുഗദർ ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങളുടെ പാർട്ണർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, കെയർ ഉണ്ട്, ലവ് ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, പാഷൻ ഉണ്ട് നിങ്ങളോട്. സോ അതുകൊണ്ട് ഈ വ്യക്തി ഭയങ്കര ലോയലായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഒരു സജഷൻ പോലെ നിങ്ങളോട് പറയുന്നത്. എന്ത് തന്നെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് സ്റ്റേ ചെയ്യാനാണ് പറയുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്തിട്ടേക്കുക. ഒരിക്കലും നിങ്ങളുടെ ലൈഫിലോട്ട് ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളതാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.